ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. വേണിച്ചേട്ടന്റെ കഥയൊന്ന് കേൾക്കാം. വേണിച്ചേട്ടൻ 60 വയസ്സ് വരെ എല്ലാവർക്കും മാതൃകയായിരുന്ന ഒരു വ്യവസായിയായിരുന്നു. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മകനെയും മകളെയൊക്കെ വളർത്തി ഉയർന്ന വിദ്യാഭ്യാസം നൽകി അവരുടെ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റി. എന്നാൽ വിരമിച്ചപ്പോഴോ ഒരു നല്ല വരുമാന സ്രോതസ് പോലും ഇല്ലാതെ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ അതേ സമയം തന്നെ അദ്ദേഹത്തിന് രോഗം വന്ന് ചികിത്സയ്ക്ക് വലിയ ചെലവ് ആവശ്യമായിട്ടും വന്നു. മക്കളെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്തായതുകൊണ്ട് അവർക്ക് വന്ന് നോക്കാനോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ പോലും കഴിഞ്ഞില്ല. കാരണം അവർക്ക് അവരുടേതായ ജീവിത തിരക്കുകളായിപ്പോയി. അദ്ദേഹത്തിന് അന്നേരം മനസ്സിലായി ഇതുവരെ ജീവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഓർത്ത് അദ്ദേഹം വിഷമിക്കുകയും ചെയ്തു. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, പക്ഷേ എന്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചില്ല. 90% സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളെല്ലാവരുടെയും ഒരു മിസ്റ്റേക്കാണ് ഇത്. അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു അവരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ ആക്കി കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് ലൈഫിന് മക്കൾ ഒരു റിട്ടയർമെന്റ് പ്ലാനായി മാറുമെന്ന്. അത് ഒരു വലിയ മിസ്റ്റേക്കാണെന്ന് ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ നമ്മളെ സുരക്ഷിതമാക്കി നമ്മളെ സംരക്ഷിക്കുമെന്ന്. നമുക്കത് ആഗ്രഹിക്കാനേ സാധിക്കൂ. കാരണം അവരും നമ്മളെപ്പോലെ വ്യക്തികളാണ്. അവർക്കും അവരുടേതായ ജീവിതവും സൗകര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകും. അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മളെ സംരക്ഷിക്കാനോ നോക്കാനോ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ സാധാരണ പാരൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കാതിരിക്കുക. മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻ അല്ല. അവരെ വഴിക്ക് വിടുക. നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ സ്വരൂപിക്കാനും ശ്രദ്ധിക്കുക. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ് മക്കളെ വളർത്തുക, പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് മക്കൾ നമ്മളെ സംരക്ഷിച്ചോളണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് സാധിക്കില്ല. അവർക്ക് അവരുടേതായ ജീവിതങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായ പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ ബുദ്ധിമുട്ടിക്കാതെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം വരുമാനത്തിൽ ജീവിക്കാൻ വേണ്ടത് നമ്മൾ കരുതി വെക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ജീവിത രീതി നയിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചെറുതോ വലുതോ ആയിക്കോട്ടെ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലും നമ്മളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശീലിക്കുക. ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ചിന്തിക്കുക. നമ്മുടെ വേണിച്ചേട്ടന്റെ ഒരവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഇന്ന് തന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. കൂടുതൽ സുരക്ഷിതമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.